മമ്മൂക്ക പറഞ്ഞ സജഷനാണ് മറുകളി ആഡ് ചെയ്യാൻ. ഞാൻ ഈ ട്രാക്ക് ചെയ്തിട്ട് നമുക്കൊക്കെ അയച്ചു കൊടുത്തു. നമുക്ക് പറഞ്ഞടാ എന്തൊരു സാധനം ഇതുണ്ട്, അപ്പം നീ ഒരു പണി, നീ ഒരു മറുകളി പരിപാടി എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വേണം, ഞാൻ ചെയ്തതിൽ ഏറ്റവും ട്രാക്കുകൾ കൂടിയ സിനിമയാണ് ടർബോ. ഞാൻ ഫേസ് ചെയ്ത് പറഞ്ഞ ഭ്രമേകം ഭയങ്കര, ഞാൻ പ്രതീക്ഷിച്ചതിനേലും ആൾക്കാരിലോട്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് എത്തി. ഉറപ്പായിട്ടും ടർബോയാണ് ഇപ്പുറത്ത്. അതിന് ഭയങ്കര വലിപ്പമുള്ള കൊമേഴ്ഷ്യൽ പടമാണ്. മറ്റേ വാ പോരങ്കപ്പൊരു പെരുമ്പോൾ ആ സാധനം സിമ്പിൾ ആയിരിക്കണം, ഹുക്കിംഗ് ആയിരിക്കണം, പൊളിയായിരിക്കണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഈ മാസ് ചെയ്യുമ്പോൾ. ഇപ്പം ഇതിൻ്റെ അകത്ത് മാർഗംകളി ആണെങ്കിലും എന്തർത്ഥം എന്ന് എനിക്കറിയില്ല. എൻ്റെ തോന്നിയ മാസം ഞാൻ പാടി വെച്ചേക്കണം. ക്രിസ്റ്റോന്റെ കരിയറിലും സീൻ മാറ്റി കളഞ്ഞ ഒരാളായിട്ട് നമുക്ക് സുഷിൻ ഷ്യാമിനെ വിളിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഇല്ല, സുഷിൻ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കില്ല. നമുക്ക് ഓരോ സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ പോകുമല്ലോ, അപ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് ചോദിക്കും സുഷിൻ ഷ്യാം പറ്റുമോ, അങ്ങനെയൊക്കെ. പിന്നെ അവസാനം എനിക്ക് നമ്പറൊക്കെ ഒപ്പിച്ച് ഞാൻ പ്രാവശ്യം വിളിച്ചു. ഒരു പടത്തിൻ്റെ ഇതായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ പോയി കണ്ടു. അപ്പോൾ ഞാനൊരു ട്രാക്ക് ചെയ്തു. ട്രാക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ആ സമയത്ത് എനിക്ക് 17-ാം വയസ്സിൽ ഞാനത് ചെയ്യണത്. അപ്പോൾ അവർ പറഞ്ഞു മറ്റേ ഏജ് പ്രശ്നമാണ്, ഓക്കെ എന്തേലും കാണിക്കും. പൂമണി മാളിക പൊന്മാളിക കാൺകേ തമ്പൂരാനെ പൂക്കളേറ്റു വാങ്ങാ. നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കേ, ഇരട്ടി എനർജി ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഡ്രീമായിരുന്നു പുറത്ത് റെക്കോർഡ് ചെയ്യണം, കുറച്ച് ഇൻ്റർനാഷണൽ സൗണ്ടിങ് കൊണ്ടുവരണം എന്നുള്ളത് ഡ്രീമായിരുന്നു. അന്ന് നടന്നു. ഈ പോറ്റി തീം ആക്ച്വലി ബക്കറ്റിൻ്റെ അകത്ത് സ്ട്രിങ് ചെയ്ത് ഇത് ആക്ച്വലി ഒരു പാട്ടൊക്കെ അകത്ത് നമ്മൾ സ്ട്രിങ് കൊടുക്കും, എന്നിട്ട് അതിൽ ബോയി വയലിൻ്റെ ബോ വെച്ച് ബോയി. അപ്പം അതാണ് ഈ തക 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 സൗണ്ട് വരുന്നത്. Hi, hello everybody. Welcome to Django Space and you're watching our show On Air with Meenakshi. So, music എന്ന് പറയുമ്പം, ഒരു സിനിമയിലുള്ള മ്യൂസിക് എന്ന് പറയുമ്പം അത് ആ സിനിമയുടെ തന്നെ സോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഒരു നത്തിങ്നെസ്സിൽ നിന്നും ഈ ഒരു സോളിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരാളാണ് ഒരു മ്യൂസിക് കമ്പോസർ. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമയിലും അല്ലേ, ബ്രഹ്മയുഗം ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ടർബോ, ഇതിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ക്രിസ്റ്റോ സേവിയർ ആണ്. സോ ഹായ് ക്രിസ്റ്റോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഫൈനലി സോ ഹാപ്പി ടു മീറ്റ് ദ ക്രിയേറ്റർ. ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സോങ്സ് ആയിരുന്നു ബ്രഹ്മയുഗത്തിലെ. ഇപ്പോൾ ടർബോ വരാൻ പോവുകയാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് അബൌട്ട് ദ എക്സൈറ്റ്മെന്റ്. ഹൗ എക്സൈറ്റഡ് ആർ യു? എക്സൈറ്റഡ് ആണ്, കാരണം ബ്രഹ്മയുഗം കുറച്ച് ക്ലാസ് സ്വഭാവത്തിൽ നിൽക്കുന്ന ഭയങ്കര മിനിമൽ ആവശ്യത്തിന് മ്യൂസിക് ചെയ്ത സിനിമയായിരുന്നു. ഇപ്പുറത്ത് എൻ്റയർ മാസ് മസാല കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ടർബോ ആണ്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. കുറച്ച് ലൗഡായിട്ടാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. അതെ, അത് ശരിക്കും ഒരു ലക്ക് തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ആ ക്രിയേറ്ററിന്റെ രണ്ട് എക്സ്ട്രീംസിലുള്ള ടാലൻസിനെയും നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് ആണ് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി പറയാം. അപ്പം ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, അപ്പം ഒരു ഫോക്ക് ടച്ചുള്ള സംഭവങ്ങളാണ് ഇലക്ട്രോണിക് മ്യൂസിക് അല്ലേ, അതുണ്ടെങ്കിൽ കൂടി ബ്രഹ്മയുഗത്തിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം മൊത്തം മാസ് മസാല സംഭവങ്ങളാണ്. അപ്പം ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഗിവ്, ആ ഒരു ജോണർ ഡിസിഷൻ. പടത്തിന് സ്വഭാവം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു നോക്കും. ബ്രഹ്മയുഗത്തിൽ ആകെ ഇലക്ട്രോണിക് വന്നേക്കുന്നത് എൻകറേജ് സോങ്ങിലും നമ്മൾ ആ പ്രൊമോഷൻ വേണ്ടി യൂസ് ചെയ്ത ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞ ട്രാക്കിലാണ് ഇലക്ട്രോണിക് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളതിലും ബേസ് ഫ്രീക്വൻസീസ് ഒക്കെ കുറച്ച് സിന്തലും ബേസ് ഗിറ്റാർസിലൊക്കെ യൂസ് ചെയ്തിട്ടല്ലാതെ ഇലക്ട്രോണിക് ഇല്ല. അതിൽ കുറച്ചുകൂടി ഓർഗാനിക് സൗണ്ട്സ്, നമ്മൾ കുറച്ച് സൗണ്ടുകൾ ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടികളായിരുന്നു. ഇപ്പുറത്തോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി കുറച്ച് ലൗഡ്, കുറച്ചധികം ട്രാക്കുകളുണ്ട്. എനിക്ക് വേണം, ഞാൻ ചെയ്തതിൽ ഏറ്റവും ട്രാക്കുകൾ കൂടിയ സിനിമയാണ് ടർബോ. അത്യാവശ്യം കുറച്ച് ലോഡ് ചെയ്യാൻ സെഷൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, മെഷീൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ രസമായിരുന്നു അത് കുറച്ച് ലൗഡായിട്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പം ബ്രഹ്മയുഗത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം കഴിയുമ്പം എല്ലാം എടുത്ത് ചോദിക്കുന്നതായിരിക്കും. വേറെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് ചില സിനിമയിലെ ചില സീനുകൾ കാണുമ്പം അതിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരു വലിയ പങ്കുണ്ടാവും ആ സീനിന്. ഫോർ എക്സാമ്പിൾ ഒരു ഫൈറ്റ് സീനിൽ നമ്മളിപ്പോൾ അയ്യപ്പനും കോശിയും സിനിമയിലെ ആ ഫൈറ്റ് സീൻ നടക്കുമ്പോഴത്തേക്കും അവിടെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ചില സ്ഥലത്ത് മരണത്തിൽ നമുക്ക് ഭയങ്കര സാഡ് ആയിട്ടുള്ള ടൂണിലുള്ള വയലിൻ്റെ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല
പിൻ ഡ്രോപ്പ് സൈലൻസ് കൂടി ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് മ്യൂസിക്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസ് ഐഡിയ നിങ്ങൾക്ക് തരുന്നത് ലൈക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് തിങ്സ് വിത്ത് യു ഓർ ദ ഡയറക്ടർ? അത് ഡിപ്പെൻഡ്സ് ഓൺ. ചിലപ്പോൾ ചില ഡയറക്ടർമാർക്ക് ഉണ്ടാവും ഇത് ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത്, ഇവിടെ സൈലൻസ് ആണെങ്കിൽ സൈലൻസ് ആണ്. ചില ടൈമിൽ ഞാൻ പറയും ചേട്ടാ ഇവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല, ഓവർ ഡു ആയിരിക്കും. അപ്പം അങ്ങനെ അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ, അനുസരിച്ച് മാറ്റുന്നതാണെന്നല്ലേ. എനിക്ക് ആക്ച്വലി ടർബോൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നിയൊരു സംഭവമായിരുന്നു. മാർഗം കളിയിൽ നിങ്ങൾ ഇലക്ട്രോണിക് മ്യൂസിക് മിക്സ് ചെയ്തിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. എവിടെ നിന്നാണ് ആ ഒരു ഐഡിയ കിട്ടിയത്? ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ആക്ച്വലി മമ്മൂക്ക പറഞ്ഞ സജഷനാണ് മാർഗം കളി ആഡ് ചെയ്യാൻ. ഞാൻ ഈ ട്രാക്ക് ചെയ്തിട്ട് നമുക്കൊക്കെ അയച്ചു കൊടുത്തു. നമുക്ക് പറഞ്ഞിടാ ഒരു എന്തൊരു സാധനം ഇതുണ്ട്, അപ്പം നീ ഒരു മറങ്കളി പരിപാടി എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം നോക്കിയപ്പോൾ മറങ്കളി ഭയങ്കര കുറച്ചുകൂടെ സ്ലോ ആണ്, ആ ടെമ്പോയിലാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ ഹൈ ടെമ്പോ, കുറച്ച് ടെമ്പോ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഇതാക്കി, പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അയച്ചു കൊടുത്തു, വൈശാഖണ്ണ അയച്ചു കൊടുത്തു. രണ്ടുപേർക്കും വർക്കായി. പിന്നെ ഇതങ്ങ് വെക്കുമായിരുന്നു. അടിപൊളി. സജഷനാണ് ആ മാർഗം കളി. അതാണ് അതിനൊരു എക്സ്ട്രാ പൾസ് നമുക്ക് കേൾക്കുന്ന സംഭവത്തിൽ തോന്നുന്നുണ്ട്. ഇതേപോലെ ബ്രഹ്മയുഗത്തിന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സജഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ബ്രഹ്മയുഗം കംപ്ലീറ്റ്ലി, ബ്രഹ്മയുഗം പിന്നീടല്ല, എല്ലാം ലാസ്റ്റാണ് നമുക്ക് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ. ആഹാ. അപ്പം അങ്ങനെയാണ് മാർഗംകളിയുടെ സംഭവം വരുന്നത് എന്നല്ലേ? ഓൾ റൈറ്റ്. ഈ മമ്മൂക്കാൻ്റെ സിനിമകളിലെ ബീജിയത്തിനൊക്കെ ഭയങ്കര പവറാണ്. അതായത് CBI എടുത്തോ, ആ സംഭവം കേൾക്കുമ്പോൾ വി ആർ തിങ്കിങ് അബൌട്ട് ഓക്കെ ഇത് CBIയുടെ ട്യൂണാണ്, ഇതിന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ബിഗ് ബിയുടെ സംഭവം അല്ലേ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എവറിതിങ്. അപ്പം ഓരോ സിനിമ കഴിയുമ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കി വെക്കുക എന്നുള്ള ആസ് എ ക്രിയേറ്റർ നിങ്ങളുടെ ആ ഒരു സെറ്റിംഗ് ദ ബാർ ഹൈ ആൻഡ് ഹൈ ആൻഡ് ഹൈ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെ തോന്നിയിരുന്നു. അപ്പം ഇതിന് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം എന്നുള്ളൊരിത് അത് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ ഫേസ് ചെയ്ത് പറഞ്ഞ ബ്രഹ്മയുഗം ഭയങ്കര, ഞാൻ പ്രതീക്ഷിച്ചതിലും ആൾക്കാരിലോട്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് എത്തി, മ്യൂസിക്കിനെ പറ്റി ചർച്ചകളൊക്കെ വന്നു. ഉറപ്പായിട്ടും ടർബോയാണ് അതിന് ഭയങ്കര വലിപ്പമുള്ള കൊമേഴ്ഷ്യൽ പടമാണ്. ആദ്യം ഉണ്ടായിരുന്നു ഞാൻ ഈ മറ്റേ വാ പോരങ്കപ്പൊരു പെരുമ്പോൾ ആ സാധനം സിമ്പിളായിരിക്കണം, ഹുക്കിംഗ് ആയിരിക്കണം, പൊളിയായിരിക്കണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഈ മാസ് ചെയ്യുമ്പോൾ. അതിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുത്തതാണ്, പക്ഷേ വർക്കായി. ഈ ടർബോയിൽ മാർഗം കളി അല്ലാതെ നമുക്ക് എന്തെങ്കിലും സജഷൻ തന്നിരുന്നോ? ഇല്ല, അത് ഇനി പറയാം, സിറ്റുവേഷനായിട്ട് പള്ളിപ്പെരുന്നാൾ പരിപാടികളൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മറങ്ങളും കൂടി ഒരു ക്രിസ്ത്യൻ സ്വഭാവം ഉണ്ട്, അങ്ങനെ കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ മലയാളത്തിൽ ആക്ച്വലി ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മാർഗംകളി മിക്സ് ചെയ്തിട്ട്. എന്താണ് പള്ളിപ്പെരുന്നാളിൽ നല്ല പൂര അടിയൊക്കെ കാണാൻ നമുക്ക് തിയേറ്ററിൽ പറ്റുമോ? ട്രെയിലറിൽ കണ്ട പരിപാടികളൊക്കെ തന്നെ. ആലോചിച്ച് നോക്ക് ഗൈസ്. അതായത് ഓരോ മമ്മൂട്ടി ആരാധകനും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം എന്നുള്ള രീതിയിലാണ് ആ മ്യൂസിക് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെന്തായാലും ഒരു കൂഡോസ് ഞാൻ തരുകയാണ്. സോ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻ എന്ന നിലയിൽ ഇപ്പോൾ ക്രിസ്റ്റോ എന്താ പറയുക സക്സസ്സിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ ഇൻ ദ ലൈം ലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ട്രൂ അല്ലേ? പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഐ വോണ്ട് ടു നോ ദ വേ യു കെയിം ഫ്രം. ഇതിനു മുമ്പുണ്ടായ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇനി എനിക്ക് അറിയാനുള്ളത്. അതായത് ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസിലും ആർട്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ കുഡ് യു ടെൽ us about that journey? സ്ട്രഗിൾ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് എനിക്ക് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന്. ഞാൻ തീരുമാനിച്ച 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ആ സമയത്ത് സ്കൂളിലെ മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു, എലിസബത്ത് രാജു, സിംഗറാണ്. മറ്റേ ബോഡി ഗാർഡിലെ പാട്ടൊക്കെ പാടിയേക്കുന്ന എലിസബത്ത് രാജു. അപ്പോൾ മിസ്സായിരുന്നു ഞങ്ങളെ സ്കൂളിൽ മ്യൂസിക് ടീച്ചർ. അപ്പോൾ പുള്ളിക്കാരി ആ സമയത്ത് സ്കൂൾ ടൈമിൽ സ്കൂളിൽ എന്തോ ഫംഗ്ഷന് വേണ്ടി ഒരു പാട്ട് കമ്പോസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയാം ഓക്കെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല ഇങ്ങനെ എന്തേലൊക്കെ പ്രത്യേക അറിവുമല്ലോ, പ്രത്യേക ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇതായിരുന്നു. പിന്നെ മനസ്സിലായി നമ്മൾ ട്രൈ ചെയ്ത് വെറുതെ നോക്കിയിട്ട് നല്ല മെലഡി ആണെങ്കിൽ അതാണ് മ്യൂസിക് എന്ന് പിന്നെ മനസ്സിലായി. പിന്നെ അന്ന് ഞാൻ തീരുമാനം എടുത്തു എനിക്ക് പാട്ടുണ്ടാക്കുന്ന ആളാവണം. പിന്നെ അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ഒരു ഡിവോഷണൽ സോങ് ഉണ്ടാക്കി ആ ടൈമിൽ. ആ സമയത്ത് നമ്മൾ പള്ളിയിലൊക്കെ പാടുമായിരുന്നു. ആ ടൈമിൽ അവിടെ ഉള്ളൊരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളി ലിറിക്ക് എഴുതി, അപ്പോൾ അത് ട്യൂൺ ചെയ്തു. അങ്ങനെയായിരുന്നു ഫസ്റ്റ്. അല്ല, അതിന് മുമ്പ്
സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏതോ ഒരു ചേച്ചി ആരോ എഴുതിയ 2-4 വരി ഉണ്ടായിരുന്നു. അത് ഞാൻ ട്യൂൺ ചെയ്ത് നോക്കി. ഓക്കെ, അതെനിക്ക് ഭയങ്കര വർക്കായി, ഇത് രസമാണ്. എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നി. പിന്നെ ട്യൂൺ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ മനസ്സിലായി ഇത് പാട്ട് മാത്രം ഉണ്ടാക്കിയാൽ പോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ അറേഞ്ച്മെൻറ്റ്സ് പഠിക്കണം. പിന്നെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പ്രൊഡക്ഷനൊക്കെ പഠിച്ചു കുറച്ച്. പിന്നെ സുഷിൻ ശ്യാമിനെ എസ്ര കണ്ടപ്പോൾ സുഷിൻ ശ്യാമിൻ്റെ ഭയങ്കര ഫാനായി. ഞാൻ അതിനു മുമ്പ് മലയാളത്തിൽ അങ്ങനെ ഹൊറർ സൗണ്ടിങ് കൊണ്ടുവരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഓക്കെ എസ്ര കഴിഞ്ഞപ്പോൾ ഇനി സുഷിൻ ശ്യാമിനെ തപ്പി പോവാം, പുള്ളിനെ അസിസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ അങ്ങനെ. ഓക്കെ, എനിക്ക് ആ ഒരു വഴിത്തിരിവ് തൊട്ടിട്ടാണ് ഇനി കേൾക്കേണ്ടത്. സുഷിൻ ചേട്ടനെ അസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാലം, അത് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു മീറ്റ് ഹിം? എങ്ങനെയാണ്? അതായത് ഒരു സാധാരണ പയ്യന് ഹൗ ഡിഡ് യു ഗെറ്റ് ടു ഹിം? അതായത് സുഷിൻ ചേട്ടൻ ഒരു ഓഫീസ് സെറ്റപ്പ് ഒന്നും വരാത്ത സമയത്താണ് കോണ്ടാക്ട് ചെയ്തിരുന്നതെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. അതൊന്ന് പറയോ? അത് ആ ടൈമിൽ നമുക്ക് ഓരോ സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ പോകുമല്ലോ. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് ചോദിക്കും സുഷിൻ ശ്യാം പറ്റുമോ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ അവസാനം എനിക്ക് നമ്പറൊക്കെ ഒപ്പിച്ച് ഞാൻ പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല. പിന്നെ വിളിച്ച അവസാനം കിട്ടി. എന്നിട്ട് അതിനു മുമ്പ് ഞാൻ ഗൗരി ലക്ഷ്മി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മധുരമീ ജീവിതം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതെല്ലാം ആക്ച്വലി എൻ്റെ ഡെബ്യൂ എന്ന് വേണേൽ പറയാം, ഒരു സിനിമ ഇതില് ഡെബ്യൂ എന്ന് വേണേൽ പറയാം. അതിലൊരു പാട്ട് മധുരോത്സവം ഇൻഡിപെൻഡന്റ് പാടം ഫുൾ കംപ്ലീറ്റ്ലി. ഇത് ആക്ച്വലി ഇത് പഠിക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്ത മ്യൂസിക്കലി അത്ര അടിപൊളിയൊന്നും അല്ല, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര അമേച്വർ ട്രാക്കാണത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ട്രാക്ക് ചെയ്തായിരുന്നു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിട്ടിരുന്നത്? സുഷിൻ ചേട്ടനെ മീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ അങ്ങനെ ഈ ഗൗരി ലക്ഷ്മി ആയിട്ടുള്ള ഈ ട്രാക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാക്കും കൊണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എനിക്ക് കേൾപ്പിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഈ പാട്ട് ഒരു കണ്ടന്റായി. ഇതും കൊണ്ട് ഞാൻ സുഷിൻ ചേട്ടൻ്റെ അടുത്ത് പോയി കേൾപ്പിച്ചു. അങ്ങനെ വഴിയെ കാത്തിരുന്ന് ഒരു സമയത്ത് വലിഞ്ഞു കയറി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. സുഷിൻ ശ്യാം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ സീൻ മാറ്റി കളഞ്ഞ ആളാണ്. സോ വൈ ഡിഡ് യു ചൂസ് ടു ഗോ ടു സുഷിൻ ശ്യാം? അതായത് ഇഷ്ടംപോലെ മ്യൂസിക് ക്രിയേറ്റേഴ്സ് ഉണ്ട്, വൈ സുഷിൻ? അല്ല, സുഷിൻ ഞാൻ അടിപൊളിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി എനിക്ക്. എന്തുകൊണ്ട്? ഹൗ ഹി ചൂസ് സൗണ്ടുകൾ ചൂസ് ചെയ്യുന്നതിൽ പുള്ളിയാണ്. ഓരോ സൗണ്ട്സും ഓരോ എലമെന്റ്സും ഓരോ ഇൻസ്ട്രുമെന്റ്സും പുള്ളി ചൂസ് ചെയ്യുന്നതും അതിന്റെ മെലഡി അറേഞ്ച് ചെയ്യുന്നതും എല്ലാം എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണോ സുഷിൻ ശ്യാമില് ക്രിസ്റ്റോ സേവ്യറിനെ ഭയങ്കരമായിട്ട് അമേസിംഗ്? പിന്നെ ഈ പറഞ്ഞ പോലെ സുഷിൻ ചേട്ടന്റെ ഇലക്ട്രോണിക് പ്രൊഡക്ഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭരത്തനുള്ള ട്രാക്കുകളൊക്കെ ആണെങ്കിൽ ആ ഒരു കുറച്ച് ഹെവി കിക്കും ഹെവി ബേസ് പരിപാടികളൊക്കെ വന്നത് പുള്ളിയുടെ പരിപാടി. അങ്ങനെ ഇപ്പം സുഷിൻ ശ്യാം പറഞ്ഞ സീൻ മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ ക്രിസ്റ്റോന്റെ കരിയറിലും സീൻ മാറ്റി കളഞ്ഞ ഒരാളായിട്ട് നമുക്ക് സുഷിൻ ശ്യാമിനെ വിളിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. ഇല്ല, സുഷിൻ ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കില്ല. ഗ്രേറ്റ്. ഞാൻ ഇതിനു മുമ്പ് ആ ഒരു ആർട്ടിക്കിൾ വായിച്ച കാര്യം പറഞ്ഞല്ലോ, അപ്പം അതിനകത്ത് ക്രിസ്റ്റോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് വീട്ടിൽ 2 മുറി, ആ ഒരു മുറിയിൽ തന്നെ എൻ്റെ ബെഡ്, അലമാരി, സ്റ്റുഡിയോ സ്പേസ് എല്ലാം അങ്ങനെയായിരുന്നു എന്ന്. സോ ആ ഒരു മെമ്മറിയൊക്കെ എങ്ങനെയാണ് അപ്പം പിന്നീട് അതിൽ നിന്ന് ഡെവലപ്പായി വന്നതൊക്കെ? ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റമുറിയിൽ സാധനങ്ങളൊക്കെ ആയിരുന്നു, അവിടെ നിന്ന് വർക്ക് ചെയ്യും. പിന്നെ ഷോർട്ട് ഫിലിംസും അത് ഇതൊക്കെ ചെയ്യും, കുഞ്ഞു പരസ്യങ്ങളും പരിപാടികളൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ കാശുകൾ കൂട്ടി സേവ് ചെയ്ത് ടെറസിൽ ഞാനൊരു സ്പേസ്, ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ടെറസിൽ ഒരു കുഞ്ഞി സ്പേസ് ഞാൻ തന്നെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ കോളേജ് കഴിയും വരും പണിയെടുക്കും. ഇങ്ങനെ ഇപ്പോഴും അവിടെ തന്നെ പണിയെടുക്കും. ഓക്കെ, നമുക്ക് ഇത്രയധികം ഇലക്ട്രോണിക് മ്യൂസിക് ഒക്കെ തന്ന ഈ മ്യൂസിക് ഡയറക്ടർ കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഒരാളാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ശരിയല്ലേ? അതെ. അത് എപ്പോഴായിരുന്നു? കോളേജിൽ? കർണാട്ടിക് ചെറുപ്പത്തില് അമ്മ എനിക്ക് പാടാൻ അറിയാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പിച്ചും താളമൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ അമ്മ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തായിരുന്നു കുറേ സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ പോവും, പിന്നെ അവിടെ നിന്ന് മാറും, അങ്ങനെ അതായിട്ട് കുറച്ച് പഠിച്ചു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഗ്രി ആയപ്പോൾ ഞാൻ RLVയിൽ കയറി. അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ RLV പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ സുഷിൻ ചേട്ടൻ്റെ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കർണാട്ടിക് എന്തെങ്കിലും 2 പേര് നമുക്ക് വേണ്ടി ഇപ്പോൾ പാടാൻ പറഞ്ഞ? നെവർ.
പാടൽ ടാസ്ക്കാണ്. അല്ല അങ്ങനെയൊക്കെ ഒരു കമ്പോസിഷൻ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ അതൊരു അത് ചെയ്യാൻ ടാസ്ക് ആയിട്ട് അല്ലേ? പക്ഷെ കർണാട്ടിക് അത് സ്വരസ്ഥാനമൊക്കെ തെറ്റിച്ച് പാടിക്കഴിഞ്ഞാൽ നാണക്കേടാവും. അതുകൊണ്ട് ആരും ഇതിനകത്തേക്ക് കടക്കുന്നില്ല എന്നല്ലേ. അമ്മ ലൈഫിൽ ശരിക്കും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആ ഒരു കറക്റ്റ് ഒരു പാത്തിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു പില്ലർ ഓഫ് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണല്ലേ? അതെ, അമ്മ അപ്പയും രണ്ടുപേരും. അമ്മ കുറച്ചുകൂടെ മറ്റേ പറയും, അപ്പൊ മറ്റേ അങ്ങനെ അപ്പൊ സംബന്ധിച്ച് ചെയ്യാം കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പനെ കൊണ്ടുപോയി ചിലപ്പോൾ എവിടെയെങ്കിലും, ചിലപ്പോൾ ഏതെങ്കിലും മതിലിൽ നോട്ടീസൊക്കെ കണ്ടിട്ടായിരിക്കും അപ്പൊ വിളിച്ചുകൊണ്ട് പോവും, വണ്ടിയിൽ കൊണ്ടാക്കും. എന്നിട്ട് അപ്പോൾ വർഷം പോവും, തിരിച്ചു വരുമ്പോൾ ഞാൻ പാടി കഴിയുമ്പോൾ തിരിച്ച് കയറ്റിക്കൊണ്ട് അങ്ങനത്തെ. സ്കൂളിൽ എന്തുണ്ടെങ്കിലും അമ്മ ഈ പാടുന്ന പരിപാടികൾ എന്തുണ്ടെങ്കിലും അതിൻ്റെ അകത്തോട്ട് എല്ലാത്തിനും പേര് കൊടുത്തോണം. പേര് കൊടുത്തിന് അതെന്താ കൊടുക്കാഞ്ഞ ആ സാധനമൊക്കെ പറയും. അപ്പൊ കഥകളി സംഗീതം, ലളിതഗാനം, കവിതാ പാരായണം, പാടുന്ന ലിറ്ററലി പാടേണ്ട സാധനങ്ങൾ എല്ലാത്തിനും പേര് കൊടുത്തേക്കണം. കഥകളിന്റെ പദമൊക്കെ പാടുമായിരുന്നു. പദം പറയാന്നല്ലേ പറയാ? കഥകളി സംഗീതം പാടുകയാണല്ലേ. ഓക്കെ. അപ്പോ അതൊക്കെ എനിക്കാണ് കഥകളി സംഗീതം. അപ്പൊ അമ്മ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്കുക. അല്ലാതെ അമ്മക്കും അറിയില്ല എനിക്കും അറിയില്ല, നമ്മൾ വെറുതെ അങ്ങനെ പഠിച്ച് വെറുതെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അല്ല അമ്മ അച്ഛൻ ആരെങ്കിലും പാടുമായിരുന്നു? അമ്മ ചെറുതായി അമ്മ പാടും. അമ്മ പണ്ട് പള്ളിയിലൊക്കെ പാടിക്കൊണ്ടിരിക്കുക. ഓ, അവിടെ നിന്നാണ് ഈ മ്യൂസിക്കിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ സംസാരിച്ച ക്രിസ്റ്റോന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പേരുടെ പേര്, സുഷിൻ ചേട്ടൻ, അപ്പ, അമ്മ. ഇവർക്ക് 3 പേർക്കും ക്രിസ്റ്റോ ചെയ്ത വർക്ക്സിലെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇപ്പോ ബ്രഹ്മയുഗമായിരിക്കും. ആണോ? സുഷിൻ ചേട്ടൻ വിളിച്ച് പേഴ്സണലി അഭിനന്ദിച്ച ഏത് വർക്കിനായിരുന്നു? ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്ന് പറഞ്ഞു. ഓ നൈസ്. എന്താ തോന്നുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആഫ്റ്റർ ഓൾ ദീസ് സ്ട്രഗിൾസ് ആൻഡ് ഹാർഡ് വർക്ക്? ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷം. കാരണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും. അതെനിക്ക് മനസ്സിലായി. നമ്മൾ ആഗ്രഹിച്ചതിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ നടക്കും. ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ എപ്പോഴെങ്കിലും ഈ റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിജക്ഷൻസ് ഫേസ് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും വരുമല്ലോ. എങ്ങനെയാണ് അപ്പൊ അതിനെയൊക്കെ? അല്ല, അത് പണ്ട് എപ്പോഴും ഒരു പടത്തിൻ്റെ ഇതായിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ പോയി കണ്ടു. ഞാനൊരു ട്രാക്ക് ചെയ്തു. ട്രാക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്ത് എനിക്ക് 17-ാം വയസ്സിൽ ഞാനത് ചെയ്യണത്. അപ്പോൾ അവര് പറഞ്ഞു മറ്റേ ഏജ് പ്രശ്നമാണ്, ഓക്കെ എന്തേലും കാണിക്കും. ഈ ഏജ് ശരിക്കും ഒരു ബാരിയർ ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അത് ഓക്കെ, ഇപ്പം ഇത്രയും ഒരു വലിയ മ്യൂസിഷ്യൻ ആയിട്ട് ഇനി നാളെ ക്രിസ്റ്റോന്റെ അടുത്ത് 10-16 വയസ്സുള്ള ഒരു പയ്യൻ വന്ന് ചേട്ടാ ദിസ് ഇസ് മൈ വർക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, വർക്ക് കേട്ടാ അടിപൊളിയാണെങ്കിൽ ഉറപ്പായിട്ടും കൂടെ കൂട്ടുന്നല്ലേ? അടിപൊളി. നിങ്ങളൊരു അസ്പിരന്റ് മ്യൂസിഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ വാതിലുകൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന്. ഓക്കെ. ഇനി സക്സസ്ഫുൾ സ്ഥലം ഉണ്ടെങ്കിൽ എന്തായാലും കേട്ടതായിരിക്കുന്നത്. സക്സസ്ഫുൾ ആയതിനു ശേഷം, സ്റ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം, ഈ ഒരു പേര് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ കൊളാബറേറ്റ് ചെയ്യാനും ഇരിക്കുന്നുണ്ട്. അപ്പം ദർ ഇസ് എ തിങ് കോൾഡ് ക്രിയേറ്റീവ് ഡിഫറൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സിനിമ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ജോണർ ഉണ്ടാവും. ഓക്കെ, ഈ രീതിയിൽ ആ മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്യണം. ആ ക്രിയേറ്ററുടെ മനസ്സിൽ ഒരു സാധനം ഉണ്ടാവും, ഈ രീതിയിൽ പോകണം. അപ്പോൾ ഇവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം. അതെങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നത്? അതായത് വാട്ട് ഡു യു ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ്, ദ ക്രിയേറ്റർ ഓൾസോ ഹാവ് സംതിങ് ഇൻ ഹിസ് മൈൻഡ്. ഇത് രണ്ടും ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കില്ല, കാരണം രണ്ട് പേഴ്സൺ. അത് തന്നെ. അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അടിയാണെങ്കിൽ ഞാൻ പറയും ചേട്ടാ അത് വേണ്ട, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഞാനത് കൺവിൻസ് ചെയ്യും. എനിക്കത് അത്ര അതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും. പക്ഷെ ഇതാണ് ഓക്കെ, ഇവർ ഇതുകൊണ്ടാണ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യും. ഓക്കെ. ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ ഒക്കെ വർക്ക് ശരിക്കും എല്ലാം എന്താ പറയാ, ക്രിസ്റ്റോന്റെ തന്നെ സജഷൻസിൽ ലീഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഫുൾ ഐഡിയ ഈ പറഞ്ഞ പോലെ റെഫറൻസുകൾ ഉണ്ടായില്ല. കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം, ഭയങ്കരമായിട്ട് രാഹുൽ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, ഇൻഫാക്ട് എൻ്റെ അച്ഛൻ കുറച്ച് പാടും, അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു പൂമണിക്ക എന്ന് പറയുന്ന ആ പാട്ട്. അതിൽ ഒരു ഇൻസ്ട്രുമെന്റും യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പുള്ളോർക്കുടം ഉണ്ട്, ഒരു ടെക്സ്റ്ററൽ പാഡ് പോലത്തെ ഒരു ഇതും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബാക്കിൽ എവിടുന്നോ കേൾക്കുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. മാക്സിമം ആ വോക്കൽസിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അതിന് വെച്ചേക്കുന്നത്. കാരണം തേവൻ പാടുന്നത് കൊണ്ട് എന്നാ മ്യൂസിക് ഉണ്ട് എന്നാ മ്യൂസിക് ഇല്ല എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത് നമ്മൾ ബാക്കിൽ.
എക്സാക്ട്ലി, അതാണ് ആ ഒരു വരികൾക്കൊപ്പം ആ പാട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് ആ പാട്ടിനെ നമുക്ക് തോന്നിയത്. ആ പാട്ട് കേട്ടപ്പോഴേ അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇത് ആരാ പാടിയിരിക്കുന്നത്, ഇത്ര രസമായിട്ടാണ് പാടിയിട്ടുള്ളത്. അതായത് ആ തേവൻ എന്ന് പറയുന്ന അർജുൻ ചേട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ എല്ലാ ലൈക്ക് സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡും ഉൾക്കൊണ്ടിട്ട്, അതായത് ആ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു വോയിസിൽ ഭയങ്കര എളിമയോട് കൂടിയിട്ടാണ് ആ പാട്ട് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അത് പാടിയ ആളും കൂടെ ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണ് അപ്പോൾ സ്വന്തം ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് ഞാൻ തന്നെ പാടാന്നുള്ളൊരു ഡിസിഷൻ തന്നെ? അത് രാഹുലേട്ടൻ്റെ കോളായിരുന്നു. ഞാൻ ആദ്യം പാടിയിട്ട് രാഹുലേട്ടൻ അയച്ചു കൊടുത്തു. ഞാൻ വേറെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞ് ഇതിൻ്റെ പണി മതി, ഓക്കെ അങ്ങനെ. അതൊരു മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഇല്ല, പാട്ട് പാടുന്ന അങ്ങനെ പാടാൻ കിട്ടുന്ന ഒരു അവസരം എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. അപ്പം ആ ഒരു ഇമോഷൻ സ്വന്തം പാട്ടാകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പാടാം. എനിക്കറിയാലോ നോട്ടുകൾ എങ്ങനെ വരും. അപ്പൊ എത്ര സമയം എടുത്തിരുന്നു ആ പാട്ട് റെക്കോർഡ്? എന്താ ഇങ്ങനെ കഴിഞ്ഞു അതോ സമയം എടുത്ത് ചെയ്ത പാട്ട്? ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ വിഷ്വലിന്റെ കാര്യം പറഞ്ഞില്ലേ, വിഷ്വലായിട്ട് ഇത് ആദ്യം ഞാൻ പെട്ടെന്ന് പാടിയിട്ട് കമ്പോസ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. പിന്നെ അവർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിഷ്വൽ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ വിഷ്വൽ വെച്ചിട്ട് ഞാൻ പാടിയത്. ആക്ച്വലി ഡബ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് പാടിയത്. അപ്പൊ ഈ ബ്രീത്തും ഒക്കെ ഞാൻ മാക്സിമം അങ്ങനെ തന്നെ പിടിക്കാൻ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ വന്നൊരു പാട്ട് കൂടിയിട്ടാണ് അത്. ചെറുതായിട്ട് ചില ഏരിയകൾ ചിലതൊക്കെ ഓക്കെ ആയിരുന്നു. ആ പാട്ടില് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് തേവന്റെ ഇമോഷൻസ് കൊണ്ടുവരാനായിട്ട് ഹൗ ഡിഡ് യു ഗെറ്റ് ടു നോ ദാറ്റ് ക്യാരക്ടർ? രാഹുലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു. തേവനെയും ആ സിനിമയിലെ മൊത്തം ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ തുടക്കം മുതലേ കേൾക്കാറുണ്ട്. അപ്പോൾ അറിയാം, നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അവര് എങ്ങനെയായിരിക്കും, അവരുടെ അവസ്ഥ എന്താണ്. പൂമണിക ആക്ച്വലി ഒരു ട്രഡീഷണൽ പാണൻ പാട്ടാണോ അതോ അതില് ക്രിസ്റ്റോന്റെ എലമെന്റ്സ് ഒക്കെ? അല്ല, നമ്മൾ ഈ പുള്ളുവൻ പാട്ടിന്റെ ആ ഒരു സോൾ എവിടെയൊക്കെയോ കേട്ട് പറഞ്ഞ, അല്ലെങ്കിൽ പുള്ളുവൻ പാട്ടിന്റെ പാണൻ പാട്ടിന്റെ ഒക്കെ ഒരു സ്വഭാവം ഉറപ്പായിട്ടും ഉണ്ട്. ബട്ട് എൻ്റയർലി പുതിയ പരിപാടിയായിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ നമ്മുടെ മുന്നിലിരുത്തി നമ്മൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എനി സോങ് ഓഫ് യുവർ ചോയ്സ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടിത്തരുമോ? ഈ ലോകത്തെ കാക്കേണേ തമ്പായേ, ആധിയും വ്യാധിയും മാറ്റേണേ തമ്പായേ, ദുരിതങ്ങൾ മായ്ക്കേണേ, അന്നം നീ തന്നോണേ, കഥനങ്ങൾ ഒഴിയേണേ, കാരുണ്യം നീ കനിയേണേ. ബ്യൂട്ടിഫുൾ. ബ്രഹ്മയുഗത്തില് ദ ബിഗിനിങ് എന്ന് പറയുന്നൊരു ട്രാക്ക് ഉണ്ടല്ലോ, അതും ഇലക്ട്രോണിക് മ്യൂസിക് മിക്സ് ചെയ്തിട്ടാണ് ആ സംഭവം ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ട്രാക്സ് കേട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ക്രിയേറ്റർ ആവണമെങ്കിൽ ഇത് ലോങ് ബാക്ക് ഫോളോ ചെയ്ത് തുടങ്ങുന്ന ഒരാളായിരിക്കണം ക്രിസ്റ്റോ. അപ്പം ക്രിസ്റ്റോക്ക് എങ്ങനെയാണ് ഇവിടെ ഇതിനോടുള്ളൊരു ഇഷ്ടം വന്നത്? ചെറുപ്പം മുതൽ അങ്ങനെ ഇലക്ട്രോണിക് ഒന്നും കേൾക്കാറില്ല. പണ്ട് ഞാൻ മറ്റേ ലിങ്കിൻ പാർക്ക്, കോൾഡ് പ്ലേ, ആ ഒരു അതൊക്കെയാണ് എൻ്റെ തുടക്കം. പിന്നെ മൈക്കിൾ ജാക്സന്റെ ഒരു എൻ്റെ ചെറിയ പ്രായത്തിൽ മൈക്കിൾ ജാക്സന്റെ കുറച്ച് പരിപാടികളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഇന്റർനാഷണലി കേൾക്കുന്ന സാധനങ്ങൾ. അല്ലാതെ കൂടുതൽ ഞാൻ കേട്ടോണ്ടിരുന്നത് വീട്ടിലെ റേഡിയോയിലെ പാട്ടുകളാണ്. വെളുപ്പിനെ 5 മണിയാകുമ്പോൾ റേഡിയോ ഉണ്ടാവും. സ്കൂളിൽ പോണതിന് മുമ്പ്, സ്കൂളിൽ പോകുന്നവരെ റേഡിയോ ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് പിന്നെ റേഡിയോ കേൾക്കാത്തത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിക് കേൾക്കല് പിന്നീടാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കുറച്ച് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയ ടൈമിലാണ് കുറച്ചും കൂടി ഓക്കെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ട് തുടങ്ങിയത്. ഫേവറേറ്റ് ആർട്ടിസ്റ്റ് അപ്പോൾ ഇപ്പൊ ആക്ച്വലി ആസ് എ കമ്പോസർ ആണോ അല്ലെങ്കിൽ മറ്റേ മ്യൂസിഷ്യൻ ഇതായിട്ടാണോ? എനിക്ക് ലുഡ്വിഗ് ഗൊറാൻസൺ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇന്റർനാഷണൽ കമ്പോസറാണ്. പുള്ളിയുടെ ടെനറ്റിന്റെ ഒക്കെ കമ്പോസറാണ്. മലയാളത്തിലോ? മലയാളത്തില് ഓഫ് കോഴ്സ് സുഷിൻ ശ്യാം. അദ്ദേഹം തന്നെയാണ്, ഗുരു തന്നെയാണ് അല്ലേ? ഗുരു എന്ന് വിളിക്കാൻ പറ്റുമോ അദ്ദേഹത്തെ? ആശാൻ, ഗോഡ് ഫാദർ പോലെയൊക്കെ ഉള്ള ഒരു പേഴ്സൺ എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇനി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ക്രിസ്റ്റോ തന്നെ അപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ കാണിക്കാം. ആ ഒരു ഡേ, അന്നത്തെ ഒരു മെമ്മറി നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഗുഡ് ടു ഗോ? ഓക്കെ. സോ ഫസ്റ്റ് വൺ ഇസ് ദിസ് റീൽ. Okay.
എങ്ങനെയായിരുന്നു? വളരെ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന്? ഇല്ല, എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കേ, അപ്പോൾ ഇരട്ടി എനർജി ആയിരുന്നു. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഡ്രീം ആയിരുന്നു പുറത്ത് റെക്കോർഡ് ചെയ്യണം, കുറച്ച് ഇന്റർനാഷണൽ സൗണ്ടിങ് കൊണ്ടുവരണം എന്നുള്ളത് ഡ്രീമായിരുന്നു. അത് അന്ന് നടന്ന ദിവസമാണെന്ന്. അല്ല, ഇത്ര യങ് ഏജിൽ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കൈയടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിലെ നമ്മുടെ നായകൻ വന്ന് നമ്മുടെ കോമ്പോസിഷൻ കേൾക്കുകയാണ്. വാട്ട് ഡിഡ് ഹി ടെൽ യു ആദ്യ സംഭവം കേട്ടിട്ട്? ഹാപ്പി ആയിരുന്നു, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുൾ റെക്കോർഡിങ് കഴിയുന്നവരെ കംപ്ലീറ്റ്ലി അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ മാർഗംകളിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുറെ മുമ്പാണ് ഇതൊക്കെ. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആണ് ബാക്കി റെക്കോർഡിങ്ങിലോട്ട് കിടക്കണം. അപ്പൊ ആ ടൈമിലാണ് ഇത് നടക്കുന്നത്. ഇപ്പം രണ്ടാമത്തെ വർക്ക് അല്ലേ മമ്മൂക്കായിട്ട്? അപ്പം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മ്യൂസിക്കില് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടോ മമ്മൂക്കയുടെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്രം യുവർ ക്രിയേഷൻസ്? എൻ്റെ അറിവില് മറ്റേ പോറ്റി തീം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പോറ്റി തീം കേട്ടപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഓ, എന്ത് പറഞ്ഞു കേട്ടത്? ആ ക്യാരക്ടറിന്റെ ആ ഭീകരത ഇതൊക്കെ കറക്റ്റായിട്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പം ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ആ ഭീകരതയൊക്കെ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വാട്ട് ഡു യു ഡു? ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് മുറിന്ന് പുറത്തിറങ്ങാതെ ഇരുന്ന് ഹൊറർ പടങ്ങളൊക്കെ കാണുമായിരുന്നു എന്ന്. മുറിന്ന് പുറത്തിറങ്ങാതല്ല, എല്ലാ ദിവസവും മാക്സിമം രാത്രി ഇരുന്നിട്ട് പേടി കിട്ടുന്ന പടങ്ങൾ, എങ്ങനെയാണ് അവർ പേടിപ്പിക്കുന്നത്, എന്തായിരുന്നു അതിന്റെ പരിപാടി എന്ന് അറിയാനായിട്ട് കുറെ പടങ്ങൾ കണ്ടായിരുന്നു. പിന്നെ എൻ്റയർലി ഇത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പോറ്റി തീം ആക്ച്വലി ഒരു ബക്കറ്റിന്റെ അകത്ത് സ്ട്രിങ് ചെയ്ത് വാട്ടർഫോണിന് പകരം അല്ല, വാട്ടർഫോൺ വേറെ, ഇത് വേറെ. ഓ, ഓക്കെ. ഇത് ആക്ച്വലി ഒരു പാട്ടൊക്കകത്ത് നമ്മൾ സ്ട്രിങ് കൊടുക്കും, എന്നിട്ട് അതിൽ ബോയ് വയലിന്റെ ബോ വെച്ച് ബോയ് ചെയ്യും. അപ്പൊ അതാണ് ഈ തക 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 സൗണ്ട് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എനിക്കത് ആ ഒരു ഇപ്പോൾ ക്യാരക്ടർ തീം, ആ ഭീകരത വേണം, അതിന് ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, ഒരു മനുഷ്യനല്ല ക്യാരക്ടർ, അപ്പൊ അതിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 5/8 എന്ന് പറഞ്ഞ താളാണ്. 1 2 1 2 3 1 2 1 2 3 ഒരു കംപ്ലീഷൻ കുറവാണ് ആ താളത്തിന് കമ്പാരിറ്റീവ്ലി ബാക്കി താളങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ 5/8 ഈ ഇതിൽ ബോയ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഡീ ട്യൂൺ ആണ്, കറക്റ്റ് ട്യൂണിങ്ങിലും അല്ല. അത് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ട്യൂണിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. ട്രൈ ചെയ്ത് അങ്ങനെ കിട്ടി. ഇത് നമുക്കൊരു പുതിയ അറിവാണ് കേൾക്കാത്ത. വാട്ടർഫോൺ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് ആ ഇൻസ്ട്രുമെന്റിന് പകരം ഉണ്ടാക്കിയെടുത്ത മറ്റു ഒരു സംഭവമായിരുന്നു അല്ലേ? ഏത് വാട്ടർഫോണിന് പകരം? വാട്ടർഫോൺ ഉണ്ട് ഓൾറെഡി. വാട്ടർഫോൺ തന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കി, 2 വാട്ടർഫോൺസ് ഉണ്ടാക്കി. ഒരെണ്ണം കസ്റ്റമായിട്ട് കുറച്ചും കൂടെ വേറെ നോർമൽ വാട്ടർഫോണിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന കുറച്ച് പൈപ്പുകളൊക്കെ കൂടി ആഡ് ചെയ്ത് അങ്ങനെ ഒരെണ്ണം നോർമൽ വാട്ടർഫോൺ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി. എനിക്ക് എന്നാൽ ആ ക്രിയേറ്റിവിറ്റി സഞ്ചരിച്ച വഴി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഹ്യൂമൻ അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്, അതായത് കംപ്ലീറ്റ് ഹ്യൂമൻ അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഉണ്ടാക്കിയത്. ദാറ്റ്സ് സോ നൈസ്. ഇനി അടുത്ത പോസ്റ്റ് ഞാൻ കാണിക്കാം. അർജുൻ ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്ന വീഡിയോ നമ്മൾ അധികം അങ്ങനെ കേട്ടില്ല. അർജുനെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനു മുമ്പ്, പക്ഷെ നമ്മൾ അധികം അങ്ങനെ അർജുൻ ചേട്ടനെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയി കണ്ടിട്ടില്ല. എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കൺവിൻസ് ഹിം ടു സിംഗ്? അതോ പറഞ്ഞപ്പോൾ തന്നെ മൂപ്പര് ഓക്കെ ആയിരുന്നു? അല്ല, ഞാൻ മറ്റേ അർജുൻ ബ്രോ ഇതിനു മുമ്പ് പാടിയ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സൗണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു നേരത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പടമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്. ആഹാ എന്ന് പറഞ്ഞ പടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പും വേറൊരു പടത്തിലും പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ ഞാൻ പുള്ളിയുടെ വോക്കൽസിനുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഗ്രഞ്ച് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് സാധനമുണ്ട്. അത് മാസ് മെലഡിയിൽ അത് വന്നു കഴിഞ്ഞാൽ വർക്കാവുന്നുള്ളൊരു തോന്നല് അന്നേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പരിപാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഇത് വന്നപ്പോൾ ഞാൻ വിളിച്ചു, ബ്രോ വന്നു, പാടി, അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഓക്കെ. സോ ക്രിസ്റ്റോ പൊതുവെ ഇങ്ങനെയുള്ളൊരു ക്രിയേറ്റർ, അതായത് ഓരോ ക്രിയേറ്റേഴ്സിനും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ. സോ ആർ യു എ ക്രിയേറ്റർ ഹു ഇസ് ലൈക്ക് മിനിമൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഫോക്കൊക്കെ അതിനകത്തേക്കൊരു പഞ്ചൻ സാധനമൊക്കെ കൊടുത്ത് ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ക്രിയേറ്റർ ആണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും എല്ലാവരും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം ഒരുപാട് ഫില്ല് ചെയ്യാതെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ടർബോ കുറച്ചുകൂടെ ഭയങ്കര, ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ലൗഡായിട്ട് ചെയ്തേക്കുന്ന പടമായിരിക്കും ടർബോ. ഓ, ഈ ചില സിനിമയിലൊക്കെ ഈ ചില സൗണ്ട്സിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കൈ കൊട്ടുക,
ടേബിളിൽ അടിക്കുക, അങ്ങനത്തെ ലൈക്ക് മ്യൂസിക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ടർബോയില് ഡിഡ് യു ട്രൈ എനിത്തിങ് ന്യൂ ലൈക്ക് ദാറ്റ്? ടർബോയിൽ ഞാൻ കുറച്ച് കൂടുതലും മറ്റേ അനലോഗ് സിന്തിൽ കുറച്ച് പുതിയ സൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കി. ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഇലക്ട്രോണിക് സൗണ്ട്സ് പുതിയത് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വോക്കൽ എഫക്ട്സ് പരിപാടികളൊക്കെ ഉണ്ട്. എങ്ങനെ ഫോർ എക്സാമ്പിൾ? അത് കണ്ടിട്ട് ഞാൻ പറയണില്ല. അത് ആണല്ലേ, തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ കണ്ടിട്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് മാർഗംകളി ആണേലും എന്തർത്ഥമാണെന്ന് എനിക്കറിയില്ല, എൻ്റെ തോന്നിയ ഞാൻ പാടി വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെ കുറച്ച് വോക്കൽ എഫക്ട്സ് കുറച്ച് പരിപാടികൾ, ലിറിക്കില്ലാതെ കുറച്ച് പരിപാടികൾ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കാം, നേരത്തെ ഉണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ് ഇല്ലേ ബക്കറ്റ് വെച്ച്, അതൊക്കെ ലൈക്ക് ഇനിയും റീയൂസ് ചെയ്യാറോ വെച്ചിട്ട് യു കീപ് ഇറ്റ് വിത്ത് യു? എല്ലാം കയ്യിലുണ്ട്, പക്ഷെ അത് എങ്ങനെ റീയൂസ്, ഇനിയിപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് പ്രമേയമാണെന്ന് അറിയുമല്ലോ എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് മേ ബി സ്ക്രാപ്പിൽ വിൽക്കേണ്ടി വരും. അയ്യോ, അല്ല എവിടെയെങ്കിലുമൊക്കെ ഇനി കറങ്ങി അങ്ങനെ ഒരു ജോണർ പടം വരുവാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ടർബോയ്ക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിരുന്നോ? ഇല്ല, ടർബോയിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ പുതിയ സൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയിരുന്നുണ്ട്. അത് അനലോഗ് സിന്തൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. ഇത്ര നേരം ഇവിടെ സംസാരിച്ചിരുന്നത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് യു ആർ ലൈക്ക് എ ക്രേസ്ലി ക്രിയേറ്റീവ് പേഴ്സൺ, ലൈക്ക് സീരിയസ്ലി. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയപ്പോഴേ പലപ്പോഴും കുറേ ക്രിയേറ്റിവിറ്റി ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് നേച്ചറിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയത്. കുറേ ലൈക്ക് കസോളിലോ പാർവതി വാലി എവിടേക്കോ പോയിരിക്കുന്നതും കുറേ ട്രൈബ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അവരുടെ കൾച്ചർ മ്യൂസിക് ഒക്കെ പഠിക്കുന്നതൊക്കെ കണ്ടിരുന്നു. സോ is that where you get your creativity from? അല്ല, അത് ഒന്നുമില്ല, നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനർജി കിട്ടും. നമ്മൾ കുറേ പലതരത്തിലെ ആൾക്കാരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അല്ലാതെ അതാണ് നമ്മൾ പല സ്ഥലത്ത് ചെല്ലുന്നു, അവിടുത്തെ എനർജി നമുക്ക് എങ്ങനെയൊക്കെ അത് ഇൻസ്പയർ ആവണുണ്ടാവും. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഓ നൈസ്. അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻസ് നമ്മുടെ ഫിലിമിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കേട്ടത് ഏതായിരുന്നു? മദനോത്സവം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് കുറേ ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് കുറേ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നായിരുന്നു. അവിടെ നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ട്രൈബൽസിനൊക്കെ റെക്കോർഡ് ചെയ്തു. അവരുടെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല എല്ലാവർക്കും മനസ്സിലാവുമെന്ന്, പെർക്കഷൻ ആയതുകൊണ്ട് കൊട്ടായതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യാത്രകൾ എന്ന് നമുക്ക് എപ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഇൻ യുവർ മ്യൂസിക്കൽ ജേർണി? ഏറ്റവും അടിപൊളി മറക്കാൻ പറ്റാത്ത യാത്ര ഈ പറഞ്ഞ പോലെ മദനോത്സവത്തിന് മുമ്പ് ഞാൻ ഒരു പ്ലാൻ എടുത്തു. എൻ്റെ ഫസ്റ്റ് പടമാണ്, എനിക്ക് എന്തേലും അടിപൊളിയായിട്ട് ചെയ്യണം, അപ്പോൾ ഒന്ന് റിഫ്രഷ്ഡ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നേരെ പോയി. എൻ്റെ അങ്കിളുണ്ട് ഇവിടെ ഛത്തീസ്ഗഡ്, പുള്ളിയുടെ അടുത്ത് പോയി. അവിടെ പുള്ളിക്ക് അവിടെ ട്രൈബൽസിനെയൊക്കെ പഠിപ്പിക്കലൊക്കെ പുള്ളിയുടെ ഇത്. അപ്പോൾ അങ്ങനെ അങ്കിളുടെ കൂടെ കുറച്ച് അവിടെ കറങ്ങി. അവിടെ നേരെ ഹൈദരാബാദ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കുറച്ച് 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നേരെ മണാലി, അങ്ങനെ ഒരു ഇങ്ങനെ അടിച്ചു നടക്കുന്നല്ലേ. അടിപൊളി. ഈ ഒരു ജേർണിയിലാണ് ക്രിയേറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ക്രിയേറ്റിവിറ്റി എനിക്കറിയില്ല, നമുക്ക് ഒരു എനർജി തരും എന്തൊക്കെയോ, അല്ലാതെ മ്യൂസിക് വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു ഇൻസ്പിറേഷൻ കിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ എന്തായാലും ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ക്രിസ്റ്റോ, താങ്ക് യു സോ മച്ച് ജാങ്കോ സ്പേസിൽ വന്നതും നമ്മുടെ അടുത്ത് ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ സിംഗേഴ്സ് വന്നുള്ള ഞങ്ങളുടെ പതിവാണ്, ഒരു പാട്ട് പാടിയാൽ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാറില്ല. ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടും. പൂമണി മാളിക പൊന്മാളിക കാൺകേ തമ്പൂരാനേ പൂക്കളേറ്റുവാങ്ങാ കടലും കരവാഴും ഭൂവിൻ പരാത്മജൻ അരുളും പൂകളുമീ അടിയൻ പാടാം ഇച്ഛകളൊട്ടുമേ പോരിലോടുങ്ങിയോർ ഉത്തരമമ്പയാറിൻ കനി വേഴുന്നു. 「 ശക്തി ക്ഷയിച്ചോരീ കാലത്തിൻ കാപട്യം തെല്ലുമേതീണ്ടാത്തോൻ തമ്പുരാനോ
മാമണി മേട്ടില് വീരൻ്റെ പുറപ്പാട് തേടുന്നു പടവാളിൻ വെളിച്ചം കണ്ണിൽ. ഇല്ല മങ്ങുകയില്ല പൂമേനി അഴകുള്ളോൻ കാത്തു കാത്തുഴലുന്നോർക്കതിശയനേ. പൂമണി മാളിക പൊന്മാളിക കാൺകെ തമ്പൂരാനെ പൂക്കളേറ്റുവാങ്ങാം. താങ്ക് യു. ഈ പാട്ട് ഭയങ്കര ആസ്വദിച്ച് തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ നമ്മളിങ്ങനെ കേട്ടതാണ്. ഇപ്പോൾ ഇത്രയും അടുത്തിരുന്ന് അത് കേൾക്കാൻ പറ്റിയത് ഐ ഫീൽ സോ ഫോർച്യുനേറ്റ്. സോ താങ്ക് യു സോ മച്ച് ക്രിസ്റ്റോ. ഓൾ ദി ബെസ്റ്റ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ പ്രോജക്ട്സിനും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.